അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും കുളമ്പ് രോഗം പിടിപെട്ടതുപോലെയാണ് സർക്കാർ പെരുമാറുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർ, ഈ ഗവൺമെന്റിന് കുളമ്പ് രോഗം ബാധിച്ചിരിക്കുകയാണ്. വാക്സിനേഷൻ നടത്തണം, അല്ലെങ്കിൽ രാജ്യം അപകടത്തിലാവും. സർ, രാജ്യത്തെ ഭക്ഷണമില്ലാതെയാവും. ഇത് ഭക്ഷ്യ പ്രശ്നമാണ്. സർ, ഭക്ഷ്യവകുപ്പിൽ അരുതാത്ത പലതും നടക്കുന്നതായും സി ദിവാകരൻ ആരോപിച്ചു. എന്നാൽ വിലക്കയറ്റം തടയാൻ സാധ്യമായ നടപടികളെല്ലാം സർക്കാർ എടുക്കുന്നതായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. എന്നാൽ ഈ നടപടികൾക്ക് പോരായ്മകളുണ്ട്. പ്രതിപക്ഷം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹോർട്ടികോർപ്പ് വിപണിയിൽ ഇടപെടേണ്ടതില്ലെന്ന ഉത്തരവ് നിലവിലില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭക്ഷ്യവകുപ്പ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം നിയമസഭയിൽ മറുപടി പറയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോരായ്മകളുണ്ട് എന്നാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടേതായ നിർദ്ദേശങ്ങൾ നൽകൂ. ഞങ്ങൾ ആ രീതിയിൽ പരമാവധി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എന്നാൽ സർക്കാർ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായില്ല. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഞങ്ങൾ ഗവൺമെന്റിന്റെ ഈ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ട് ചെയ്യാം. മീഡിയ 1 തിരുവനന്തപുരം.